ഹലോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ തീയിലാണ് കേട്ടോ. വീഡിയോ കാണണേ. ഇതുപോലെ അരമുറി തേങ്ങ എടുത്തിട്ട് അത് നന്നായി വറുത്തെടുക്കണം കേട്ടോ. നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പെരിഞ്ചീരകം, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, പിന്നെ വേപ്പില ഇതിൻ്റെ കൂടെ ചേർക്കണമെങ്കിൽ ഒരു തണ്ട് വേപ്പില ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഞാൻ കടുക് വറുക്കുമ്പോൾ മാത്രമാണ് വേപ്പില ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. കുരുമുളക് ഉണ്ടെങ്കിൽ കുരുമുളകും 2-3 കുരുമുളകും ഇടാം കേട്ടോ. തേങ്ങ നമ്മൾ സാധാരണ വറുത്തരച്ച് കറി വെക്കില്ലേ, ആ ഒരു രീതിയിൽ തന്നെ വറുത്തെടുത്താൽ മതി. പക്ഷേ കുറച്ചുകൂടെ ഒന്ന് ബ്രൗണിഷ് കളറിലോട്ട് വരുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു കറിക്കും ആ ഒരു കളർ കിട്ടുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ തന്നെ വറുത്ത് എടുക്കാം. ആദ്യം തന്നെ തീ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇപ്പം ഞാൻ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് അത് നന്നായിട്ട് വഴറ്റി ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കളറ് ഈ തേങ്ങയിൽ പിടിക്കുമ്പോൾ തന്നെ ഒരു ബ്രൗണിഷ് കളറിലോട്ട് മാറാൻ തുടങ്ങും. അത് കഴിഞ്ഞ ശേഷം എണ്ണയൊക്കെ തെളിഞ്ഞ് കേട്ടോ. ഇനിയിപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. മല്ലിപ്പൊടിയുടെ പച്ച കുത്തൽ മണമൊക്കെ മാറിക്കഴിയുമ്പോൾ വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയോ അല്ലെങ്കിൽ എരിവുള്ള സാധാ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സാധാ മുളക് പൊടിയാണ്. അത് ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓരോ പൊടികളും ഓരോ തവണ അതിൻ്റെ പച്ചമണം കളഞ്ഞ് നന്നായി വഴറ്റി യോജിപ്പിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് അവിടെ ബാലൻസ് ആവുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുളക് പൊടി ചേർക്കുന്നത് 2 ടീസ്പൂൺ ചേർത്താൽ മതി. കാരണം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് നമുക്ക് അത്രയും മതി. ഞാനിവിടെ കറിക്ക് പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അധികം കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇതാ വറുത്തരച്ച് എടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. സവാളയും വെണ്ടയ്ക്കയുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് നല്ലതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ സ്പെഷ്യൽ സാധനം ചേർക്കുന്നത് എന്നാണെന്നറിയാമോ? ഉണക്കമാങ്ങയാണ് കേട്ടോ. ഉണക്കമാങ്ങ നമ്മൾ വാളംപുളി പിഴിഞ്ഞൊഴിക്കാറുണ്ട്, കുടംപുളി ചേർക്കാറുണ്ട്. പക്ഷേ ഉണക്കമാങ്ങയും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു തക്കാളി കൂടെ ചേർക്കണം. തക്കാളിയും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് നന്നായിട്ട് വെന്ത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരും. ആ ഉണക്കമാങ്ങ ഇച്ചിരി വേവുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ വേണം നമുക്ക് ലാസ്റ്റ് അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് ആവശ്യത്തിന് ഇപ്പോൾ ചേർത്തോളൂ. അത് കഴിയുമ്പോൾ കറി നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഉപ്പ് ആവശ്യം നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. മൂടി വെച്ച് നന്നായിട്ട് വേവിച്ച് എടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അരപ്പ് ചേർക്കുന്നത്. ഞാൻ ഓൾറെഡി അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം വെള്ളം ചേർക്കാതെ നല്ല കുറുക്കിയെടുക്കണം കറി. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർക്കാതെ, അതായത് ഒരുപാട് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ലോ മീഡിയം ഫ്ലെയിമിലിരുന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഈ ഒരു വറുത്തരച്ച ആ ഒരു കൂട്ട് നമ്മളുടെ കറിയിൽ വെണ്ടയ്ക്കയിലും തക്കാളിയിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് അതിൻ്റെ ആ ഒരു സ്വാദ് കിട്ടണം കേട്ടോ. ഇനി അപ്പുറത്ത് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ മതി കേട്ടോ, അതാ ടേസ്റ്റിന് നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ആ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പുറത്ത് പണിയാണ് കേട്ടോ. കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. ആദ്യം കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉലുവയുടെ ആവശ്യമൊന്നുമില്ല, 1 ടീസ്പൂൺ മതി. ഉലുവയെല്ലാം പൊട്ടി വരുമ്പോൾ ഞാനിവിടെ തേങ്ങാക്കൊത്തിടുന്നുണ്ട്. വറുത്തരച്ച കറികൾക്ക് നമ്മൾ പാവയ്ക്ക തീയൽ വെക്കുമ്പോഴും വെണ്ടയ്ക്ക തീയൽ വെക്കുമ്പോഴും ഒക്കെ നമ്മൾ തേങ്ങാക്കൊത്ത് അതൊരു വേറൊരു ഫ്ലേവർ തന്നെയാണ്. അതുകൊണ്ട് തേങ്ങാക്കൊത്ത് വറുത്ത് ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വറുത്തിട്ടതിന് ശേഷം നമ്മൾ വേപ്പില, ഇത് ഞാൻ തണ്ടോട് കൂടി തന്നെ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. വേപ്പിലയുടെ ആ ഒരു പച്ചവെള്ളമെല്ലാം പൊട്ടിപ്പോയതിന് ശേഷം നമ്മളിത് കറിയിലോട്ട് കൊട്ടി കൊടുക്കുന്നതാണ് കേട്ടോ. കറിയിൽ ആ ഒരു വെളിച്ചെണ്ണയും തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ഉലുവയും
കടുകും കൂടെ കിടന്ന് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അല്പനേരം ഒന്ന് ഇളക്കി കൊടുക്കണം, ആ ഒരു എണ്ണയെല്ലാം അതിൻ്റെ അകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അത് ചിലർ കടുക് പൊട്ടിച്ച് പുറത്ത് ഇട്ടതിന് ശേഷം അത് മൂടി വെക്കാറുണ്ട്, ആ ഒരു ഫ്ലേവർ അതിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കി ആവശ്യത്തിന് പുളിയും ഉപ്പും എല്ലാം ഉണ്ട്, എരിവുമുണ്ട്. ഇത് ഒരു തീയലാണ്, പക്ഷേ ഇതൊരു മിക്സഡ് തീയലാണ് കേട്ടോ. എല്ലാ വെജിറ്റബിൾസും വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം തീയൽ. അടിപൊളിയായിട്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും എല്ലാവരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ലൈക്കും ഷെയറും ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.